ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് പാർട്ട് ഓഫ് നിഡേറിയ. ഇനി നമുക്ക് നിഡേറിയയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോൺസെപ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റാജെൻസിസ്. മെറ്റാജെൻസിസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നിഡേറിയൻസിന് രണ്ട് പ്രധാനപ്പെട്ട ബോഡി ഫോംസ് ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അവ ഏതൊക്കെയാണ്? പോളിപ്പ് എന്ന് പറയുന്നതും മെഡൂസ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട ബോഡി ഫോംസ് ഉണ്ട്. പോളിപ്പ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ഉള്ളതും അതുപോലെ സെസൈൽ ഫോമും ആണ്. സെസൈൽ മീൻസ് ഒരു സർഫസിൽ അറ്റാച്ച് ചെയ്ത് ജീവിക്കുന്ന ഫോമാണ് സെസൈൽ എന്ന് പറയുന്നത്. അടുത്ത ബോഡി ഫോമാണ് മെഡൂസ. മെഡൂസയാണെങ്കിലോ അംബർല ഷേപ്പിടും ഫ്രീ സ്വിമ്മിങ് ഫോമും ആണ് മെഡൂസ എന്ന് പറയുന്നത്. ഇനി ഇവയുടെ റീപ്രൊഡക്ഷൻ നോക്കാം. പോളിപ്പ് സ്റ്റേജിൽ മെയിൻലി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രധാന മെത്തേഡാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ പാരന്റ് പോളിപ്പിൻ്റെ ബോഡിയിൽ ഒരു ചെറിയ ഔട്ട്ഗ്രോത്ത് അഥവാ ബഡ് ഉണ്ടാകുന്നു. ഈ ബഡ് പിന്നീട് വളർന്ന് ഒരു പുതിയ ഇൻഡിവിജ്വലായി മാറുന്നു. ഇങ്ങനെ പല പോളിപ്പ് ഉണ്ടായി ഒരു പോളിപ്പ് കോളനി രൂപപ്പെടാം. സോ ഇവിടെ ഓർക്കേണ്ടത്, പോളിപ്പ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ത് വഴിയാണ്? ബഡ്ഡിങ് വഴിയാണ് നടക്കുന്നത്. ദെൻ മെഡൂസ ഫോർമേഷൻ. മെഡൂസ എന്ന് പറയുന്നത്, ഇനി ഈ ലൈഫ് സൈക്കിളിൽ മെഡൂസ ഫോം ഉണ്ടാകുന്നു. മെഡൂസ സാധാരണയായിട്ട് ഫ്രീ സ്വിമ്മിങ് ആണ്. മെഡൂസ സ്റ്റേജിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് രൂപപ്പെടുന്നു. മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പുതിയ പോളിപ്പ് ഫോം ഉണ്ടാകുന്നു. അങ്ങനെ ലൈഫ് സൈക്കിളിൽ വീണ്ടും പോളിപ്പ് സ്റ്റേജിലേക്ക് എത്തുന്നു. വാട്ട് ഈസ് മെറ്റാജെൻസിസ്? അപ്പോൾ മെറ്റാജെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് സൈക്കിളിൽ അസെക്ഷൽ പോളിപ്പ് ഫോമും അതുപോലെ സെക്ഷൽ മെഡൂസ ഫോമും മാറി മാറി വരുന്നതിനെയാണ് മെറ്റാജെൻസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റാജെൻസിസ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേഷൻ ഓഫ് പോളിപ്പ് ആൻഡ് മെഡൂസ ഇൻ ദ ലൈഫ് സൈക്കിൾ ഈസ് കാൾഡ് മെറ്റാജെൻസിസ്. ഓക്കെ, ഡയഗ്രാം നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പോളിപ്പ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷനും മെഡൂസ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനും. മെറ്റാജെൻസിസിന് എക്സാമ്പിൾ ആണ് ഒബേലിയ എന്ന് പറയുന്നത്. ഒബേലിയ ആണ് മെറ്റാജെൻസിസിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. മെറ്റാജെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾട്ടർനേഷൻ ഓഫ് പോളിപ്പ് ആൻഡ് മെഡൂസ ഇൻ ദ ലൈഫ് സൈക്കിൾ ഈസ് കാൾഡ് മെറ്റാജെൻസിസ്. ഇനി നമുക്ക് നിഡേറിയയുടെ റീപ്രൊഡക്ഷൻ നോക്കാം. നിഡേറിയൻസ് പ്രധാനമായിട്ടും അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മെയിൻലി നടക്കുന്നത് ബഡ്ഡിങ് വഴിയാണ്. ബഡ്ഡിങ് ഓൾറെഡി പറഞ്ഞു എന്താണ്? പാരന്റ് ബോഡിയിൽ നിന്നൊരു ചെറിയ ബഡ് ഡെവലപ്പ് ചെയ്യുകയും പിന്നീട് അത് പുതിയ ഇൻഡിവിജ്വലായി മാറുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താണ്? ഗ്യാമേറ്റ് ഉണ്ടാകുന്നു, ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. നിഡേറിയൻസിൽ ഫെർട്ടിലൈസേഷൻ യൂഷ്വലി നടക്കുന്നത് എക്സ്റ്റേണൽ ആണ്. ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് നോക്കാം നിഡേറിയൻസിന്. ഫസ്റ്റ് വൺ, ഹൈഡ്ര. ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഹൈഡ്ര ഒരു ഫ്രഷ് വാട്ടർ നിഡേറിയയ്ക്ക് എക്സാമ്പിൾ ആണ് ഹൈഡ്ര എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും പോളിപ്പ് ഫോമിലാണ് ഹൈഡ്ര കാണപ്പെടുന്നത്. ഏത് ഫോമിലാണ്? പോളിപ്പ് ഫോമിലാണ് ഹൈഡ്ര പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഹൈഡ്രയിൽ ബഡ്ഡിങ് വഴി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. സോ ഹൈഡ്ര എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ നിഡേറിയ ആണ്. അതുപോലെ തന്നെ ഏത് ബോഡി ഫോമിലാണ് കാണപ്പെടുന്നത്? പോളിപ്പ് ഫോമിലാണ് കാണുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ ആണ് ഒബേലിയ എന്ന് പറയുന്നത്. ഒബേലിയ എന്ന് പറയുന്നത് ബോത്ത് പോളിപ്പ് ആൻഡ് മെഡൂസ ഫോം കാണിക്കും. ഓക്കെ, ഒബേലിയയിൽ പോളിപ്പ് ഫോമും മെഡൂസ ഫോമും കാണാം. അതുകൊണ്ട് തന്നെ ഒബേലിയ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെറ്റാജെൻസിസിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. പോളിപ്പ് സ്റ്റേജിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും മെഡൂസ സ്റ്റേജിൽ സെക്ഷൽ റീപ്രൊഡക്ഷനും നടക്കുന്നു. സോ ഒബേലിയ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് മെറ്റാജെൻസിസ്. മെറ്റാജെൻസിസിന് എക്സാമ്പിൾ ആണ് ഒബേലിയ. ദെൻ അനദർ എക്സാമ്പിൾ ഒറേലിയ ആണ് അടുത്ത എക്സാമ്പിൾ. ഒറേലിയ സാധാരണയായി അറിയപ്പെടുന്നത് ജെല്ലി ഫിഷ് എന്ന പേരിലാണ് ഒറേലിയനെ അറിയപ്പെടുന്നത്. ഒറേലിയ ഏത് ബോഡി ഫോമിലാണ് കാണപ്പെടുന്നത്? മെഡൂസ ഫോമിലാണ് ഒറേലിയ കാണപ്പെടുന്നത്. അതായത് എന്താണ് മെഡൂസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ സ്വിമ്മിങ് ഫോം ആണല്ലേ.
അപ്പോൾ ഒറേലിയയുടെ അനദർ നൈമാണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. ഒറേലിയ കാണപ്പെടുന്ന ബോഡി ഫോം ഏതാണ്? മെഡൂസ ഫോം ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, ഫൈസാലിയ. ഫൈസാലിയ ആണ് നെക്സ്റ്റ് എക്സാമ്പിള്. ഈ ഫൈസാലിയനെ കോമൺലി പറയുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ്. ഈ ഫൈസാലിയനെ അനദറായിട്ട് അറിയപ്പെടുന്ന ഒരു പേരെന്ന് പറയുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു കൊളോണിയൽ നിഡേറിയക്ക് എക്സാമ്പിൾ ആണ് ഫൈസാലിയ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പല സ്പെഷ്യലൈസ്ഡ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ സൂയിറ്റ്സ് ചേർന്ന് കോളനി രൂപപ്പെടുന്നത്. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിൾ ആണ് കോറൽസ് എന്ന് പറയുന്നത്. കോറൽസ് സാധാരണയായിട്ട് മറൈൻ ആണ്. ഇപ്പൊ കൊളോണിയൽ ഫോംസ് ആണ്. പല കോറൽസ് കമ്പൈൻസ് ചെയ്ത് മനോഹരമായിട്ടുള്ള കോറൽ റീഫ്സ് രൂപപ്പെടുന്നു. സോ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ വൺസ് അഗെയിൻ ഹൈഡ്ര, ഒബേലിയ, ഒറേലിയ, ഫൈസാലിയ, കോറൽസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുവരെ ഫസ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്ത നിഡേറിയയുടെ ഫീച്ചേഴ്സും എല്ലാം കൂടി നമുക്കൊന്ന് ക്യുക്കായിട്ടൊന്ന് നോക്കാം. നിഡേറിയയുടെ ഹാബിറ്റാറ്റ് നോക്കാം. ഫസ്റ്റ്, നിഡേറിയ എന്ന് പറയുന്നത് എന്താണ്? അക്വാട്ടിക് ആനിമൽസ് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ മറൈൻ. പക്ഷേ ഹൈഡ്ര പോലുള്ള ചിലത് ഫ്രഷ് വാട്ടറിലും കാണാം. ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഏതാണ്? നിഡേറിയൻസ് ഷോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതായത് സെൽസ് സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആയി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ബോഡി സിമെട്രി എന്ന് പറയുന്നത് എന്താണ്? ദേ ഷോ റേഡിയൽ സിമെട്രി. റേഡിയൽ സിമെട്രി ആണ് നിഡേറിയൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബോഡിയെ ഒരു സെൻട്രൽ ആക്സിസ് വഴി പല പ്ലെയിൻസിൽ ഡിവൈഡ് ചെയ്താൽ സിമിലർ പാർട്സ് ലഭിക്കും. അതിനെയാണ് നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. അടുത്തത് ജേം ലെയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഡേറിയൻസ് ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. നിഡേറിയൻസ് എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് ആണ്. അവരുടെ ബോഡി വാളിൽ 2 ജേം ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണവ? എക്ടോഡേമും എൻഡോഡേം എന്ന് പറയുന്ന 2 ജേം ലെയേഴ്സ് ഇവയ്ക്ക് കാണപ്പെടുന്നുണ്ട്. ഈ എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിൽ ഒരു ജെല്ലി ലൈക്ക് ലെയർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മീസോഗോളിയ എന്ന് പറയുന്നത്. ദെൻ ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ക്യാവിറ്റി ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്താണ്? ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി അല്ലെങ്കിൽ സീലൻട്രോൺ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിയിലെ പ്രധാന ഇമ്പോർട്ടൻസ് എന്താണ്? ഡൈജഷൻസ് പ്രധാനമായിട്ടും നടക്കുന്നത് ഈ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റിയിൽ വെച്ചാണ്. നിഡേറിയൻസിന്റെ മൗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഓപ്പണിങ് മാത്രമാണ് നിഡേറിയക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ ഓപ്പണിങ് മൗത്ത് ആയിട്ടും അറ്റ് ദ സെയിം ടൈം ഏനസ് ആയിട്ടും പ്രവർത്തിക്കുന്നു. അപ്പം നിഡേറിയക്ക് ഒരു സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ. ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? മൗത്ത് ആയിട്ടും അതുപോലെ ഏനസ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അതായത് ഫുഡ് അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ളതും അൺഡൈജസ്റ്റഡ് മെറ്റീരിയൽസ് പുറത്തേക്ക് പോകാനുള്ളതും സെയിം ഓപ്പണിങ് വഴിയാണ്. സ്പെഷ്യൽ സെൽസ് എന്ന് പറയുന്നത് നിഡേറിയൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ് നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇവ മെയിൻലി ടെൻഡക്കിൾസിലാണ് ഈ നിഡോബ്ലാസ്റ്റ് അഥവാ നിഡോസിസ്റ്റ് കാണപ്പെടുന്നത്. ഇവയ്ക്കുള്ളിൽ ഒരു നിമാറ്റോസിസ്റ്റ് എന്ന സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉണ്ട്. ഈ നിമാറ്റോസിസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫെൻസിനും പ്രേ ക്യാപ്ചറിനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. ദെൻ ബോഡി ഫോംസ്. നിഡേറിയയ്ക്ക് പ്രധാനമായിട്ടും 2 ബോഡി ഫോംസ് ഉണ്ട്. പോളിപ്പ് ആൻഡ് മെഡൂസ. പോളിപ്പ് എന്ന് പറയുന്നത് സെസൈൽ ഫോമും മെഡൂസ എന്ന് പറയുന്നത് ഫ്രീ സ്വിമ്മിങ് ഫോമുമാണ്. പോളിപ്പിൻ്റെ മൗത്ത് ആണെങ്കിൽ അപ്വേർഡ് ആയിരിക്കും. ദെൻ മെഡൂസയുടെ മൗത്ത് ആണെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും. റീപ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഡേറിയൻസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും നടക്കുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൻലി ബഡ്ഡിങ്ങും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഗ്യാമേറ്റ് ഫോർമേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ആണ്. ചില നിഡേറിയൻസിൽ പോളിപ്പ് ആൻഡ് മെഡൂസ ഫോം ആൾട്ടർനേറ്റ് ചെയ്യുന്നു. ഇതിനെ പറയുന്നതാണ് മെറ്റാജെൻസിസ് എന്ന് പറയുന്നത്. മെറ്റാജെൻസിസിന് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആണ് ഒബേലിയ എന്ന് പറയുന്നത്. സോ നിഡേറിയൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ സ്ലൈഡിൽ നിഡേറിയൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.